സോ ഹേയ് ഹലോ, ഞാൻ ലാസ്റ്റ് ഡേ എൻ്റെ വീഡിയോയ്ക്കൊരു കമൻറ്റ് വന്നായിരുന്നു, ഐ വരയ്ക്കുന്നൊരു ട്യൂട്ടോറിയൽ പോലെ ചെയ്യാവുന്നു. സോ ഇന്ന് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണുക. നമ്മൾ ഈ വീഡിയോയിൽ ഐസ് എങ്ങനെ വരയ്ക്കാമെന്ന് പറയുന്നുണ്ട്. അവസാനം ഒരു കിടിലം ടിപ്പായിട്ട് ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. സോ ഞാൻ ഒരു മെത്തേഡ് പറഞ്ഞുതരാം അവസാനം. സോ നമുക്ക് ഫസ്റ്റ് ബേസിക് പരിപാടിയിലോട്ട് കിടക്കാം. ബേസിക്കായിട്ട് ഐ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, കാരണം പൊതുവേ നിങ്ങളിപ്പോൾ കുറേ ട്യൂട്ടോറിയൽസ് കണ്ടിട്ടുണ്ടായിരിക്കും. ബേസിക്കായിട്ട് ഐയുടെ ടോപ്പ് ഏരിയ ഒരു 3 ലൈൻ വെച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇപ്പം ഞാൻ വരച്ചേക്കുന്നത് പോലെ ബോട്ടം ഏരിയ ഒരു 2 ലൈനും കൊണ്ട് ജോയിൻ ചെയ്യാം. ജസ്റ്റ് ഒരു ബേസിക് ഷേപ്പ്. നമ്മളെപ്പോഴും ഞാൻ പറയുന്ന പോലെ ഏത് ഒബ്ജക്റ്റിനെ ഒരു ബേസിക് ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബിൽഡ് ചെയ്യുവാണെങ്കിൽ കുറേ കൂടി എളുപ്പമായിരിക്കും, വരയ്ക്കാൻ എളുപ്പമായിരിക്കും. എല്ലാവരും വരയ്ക്കാൻ പാടെന്ന് പറയുന്നത് അവർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇമേജ് കാണും, ആ ഇമേജ് അതേപടി റിപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ഇരിക്കുന്നത് അതുപോലെ അങ്ങ് വരയ്ക്കാൻ നോക്കും. സോ വരയ്ക്കാൻ പറ്റാതെ വരും. നമ്മൾ ബേസിക് ഷേപ്പിലോട്ട് ചെയ്ത് അങ്ങനെ വരയ്ക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തൊരു വട്ടം വരയ്ക്കുന്നത്, അതാണ് നമ്മുടെ കൺമണി. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി ഏരിയകളെല്ലാം വരയ്ക്കുന്നത്, അതെല്ലാം നമ്മുടെ റെഫറൻസ് അനുസരിച്ച് വരയ്ക്കുക. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു റെഫറൻസ് ഇമേജ് വെച്ച് വരയ്ക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ലൂമിസ് മെത്തേഡ് വഴി ഫേസൊക്കെ വരയ്ക്കണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ ചാനലിൽ കയറി പ്ലേലിസ്റ്റ് കാണും, ചെക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അതിൽ കയറി ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മാക്സിമം സബ്സ്ക്രൈബേഴ്സ് വേണം. പിന്നെ ലൈക്ക് ചെയ്യുവാണെങ്കിൽ ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിർബന്ധിക്കുന്നില്ല. ഓക്കെ, കാരണം ലൈക്ക് ചെയ്താൽ മാക്സിമം ആളിലോട്ട് നമ്മുടെ വീഡിയോ എത്തും. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഷെയ്ഡിങ്ങിലോട്ട് കിടക്കുന്നു. ഡാർക്കർ ഏരിയ ഡാർക്കായിട്ടും മിഡ് ടോൺസ് ആയിട്ടും വൈറ്റ് ഏരിയ ഒന്നും ചെയ്യാതെ വിട്ടാൽ മതി. പിന്നെ ഐ എപ്പോഴും ചെയ്യുമ്പം അതിൽ നല്ല പ്യുവർ വൈറ്റായിട്ടുള്ള ഏരിയ കാണും. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല, ചില ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന ഡ്രോയിങ്സ് ഇങ്ങനെ എടുത്ത് നിൽക്കും, ലൈക്ക് ഭയങ്കര ഒറിജിനാലിറ്റിയിൽ നിൽക്കും. അതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ജെൽ പെൻ എന്ന് പറഞ്ഞൊരു പെന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ്. അത്യാവശ്യം റേറ്റ് വരും, നല്ല ബ്രാൻഡിൻ്റെ ഒക്കെ പോയാൽ. ഇനി അതൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അക്രലിക്കിൻ്റെ വൈറ്റ് കളറോ അല്ലെങ്കിൽ വൈറ്റ്നറില്ലേ, പെൻ കറക്റ്റിംഗ് വൈറ്റ്നറിൻ്റെ ആ ഇങ്കോ എടുത്തിട്ട് അതുപോലെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഭയങ്കര ഒറിജിനാലിറ്റി കിട്ടും. വൈറ്റ് കളർ, എന്തെങ്കിലും ഒരു വൈറ്റ് കളർ വെച്ച് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി വൈറ്റ് ഏരിയസ്. അപ്പോൾ ഭയങ്കര ഒറിജിനാലിറ്റി കിട്ടും. കണ്ണ് വരയ്ക്കുമ്പോഴും അത് ഫേസിലെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷെ അത്യാവശ്യം കൺട്രോൾഡ് ആയിരിക്കണം ചെയ്യുമ്പോൾ. സോ അങ്ങനൊരു മെത്തേഡുണ്ട്. പിന്നെ നമ്മൾ ബേസിക്കായിട്ടുള്ള ഈ ഐൻ്റെ പുറമേ ഉള്ള ഏരിയ എല്ലാം നമ്മൾ അത്യാവശ്യം ഡാർക്കായിട്ട് വരയ്ക്കണം. കാരണം നമ്മുടെ ബ്രൗൺ ലൈനിൻ്റെ നേരെ താഴെയാണല്ലോ ഇരിക്കുന്നത്. അതായത് ഇത് ഒരു ഐ എന്ന് പറയുന്നത് ഒരു റൗണ്ടായിട്ടുള്ളൊരു ഓർഗനാണ്. സോ ഐ ഇരിക്കുന്നത് ഒരു സോക്കറ്റിൻ്റെ അകത്തുമാണ്. സോ റൗണ്ടായിട്ടിരിക്കുമ്പോൾ നമുക്ക് റൗണ്ട്നെസ് വെച്ച് നമുക്ക് ഐൻ്റെ ഡയറക്ഷൻ മാറ്റാൻ പറ്റും. സോ അങ്ങനെ ഒരു മെത്തേഡ് ഞാൻ അവസാനം പറഞ്ഞുതരാം. എനിക്കത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിരുന്നു. ഞാൻ ഒരാംഗിളിൽ വരയ്ക്കുമ്പോഴും ഐൻ്റെ ഡയറക്ഷൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു മാർക്ക് ചെയ്യാൻ. സോ ഞാൻ ആ ഒരു മെത്തേഡ് വെച്ചായിരുന്നു മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ എന്നിട്ട് ബേസിക്കായിട്ട് ഐയുടെ വൈറ്റ് ഏരിയ പൊതുവെ എല്ലാവരും വൈറ്റായിട്ടാണ് വിടുന്നത്. ശരിക്കും അത് ജസ്റ്റ് ചെറിയ രീതിയിലൊന്ന് ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു 3D ലുക്ക് കിട്ടുള്ളൂ. കാരണം ഇതൊരു സ്പെറിക്കലാണ്, ഒരു സ്പിയറാണ് ഐ. അപ്പോൾ ആ സ്പിയറായിട്ടിരിക്കണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തും കൂടി വിടണം. പിന്നെ അതിൽ ചെറിയ ചെറിയ ബ്ലഡ് വെസൽസൊക്കെ പോകുന്നുണ്ട്. സോ അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുക, ചെറുതായിട്ട് മാർക്ക് ചെയ്യുക. അത് നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങിൻ്റെ സൈസ് അനുസരിച്ചല്ല, അത് വലിയ
കണ്ണ് വരച്ചിട്ട് ഭയങ്കര ചെറുതായിട്ട് മാർക്ക് ചെയ്താൽ മനസ്സിലാവില്ല. പിന്നെ നേരെ തിരിച്ചും ചെയ്താൽ ഭയങ്കര ബാഡായിരിക്കും കാണാൻ. സോ അതൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ കൺപീലി വരയ്ക്കുക. അത് എങ്ങനെ ഇരിക്കുന്നു ആ ഡയറക്ഷൻ അനുസരിച്ച് ഓരോ സൈഡിലോട്ട് ഫ്ലോ ചെയ്ത് വരച്ചെടുക്കണം. പിന്നെ ആ വരയ്ക്കുന്ന ഏരിയ അത്യാവശ്യം നല്ല ഗ്രേഡ് കൂടിയൊരു പെൻസിൽ വെച്ച് അതൊന്ന് ഇച്ചിരി കൂടി ഡാർക്കൺ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേ കൂടി ഒരു ഡെപ്ത്ത് ക്രിയേറ്റ് ചെയ്യും, ഒരു കോൺട്രാസ്റ്റ് പോലെ, ഒരു സെപ്പറേഷൻ പോലെ ക്രിയേറ്റ് ചെയ്യും. സോ അതും കൂടി ചെയ്യാൻ നോക്കുക ചെയ്യുമ്പോൾ. ഓക്കെ. പിന്നെ നിങ്ങൾ അത്യാവശ്യം നല്ലോണമൊക്കെ ടാലൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് കളർ റിഫ്ലക്ഷൻ കാണില്ലേ ഐയുടെ അകത്ത്, അവിടെയൊക്കെ നമുക്ക് ഈ ഹെയറിൻ്റെ റിഫ്ലക്ഷൻ വരയ്ക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഭയങ്കര രസമാണ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. കാണുമ്പം ഭയങ്കര ക്രേസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു ഐയിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും അവിടെ മാർക്ക് ചെയ്യുക, ഷെയ്ഡ് ചെയ്യുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഐ വരയ്ക്കാൻ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. നിങ്ങൾ പക്ഷേ എപ്പോഴും ഒരു പോർട്രേറ്റ് വരച്ച് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഐ ഭയങ്കര നല്ലോണം വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഐ കുറച്ചും കൂടി നല്ലോണം വരയ്ക്കുവാണെങ്കിൽ ഫോട്ടോ കുറച്ചും കൂടി രസമായിരിക്കും കാണാൻ. ചില ആൾക്കാരിൽ പിന്നെ വ്യത്യാസം കാണും. ചിലവരിൽ ഐ ആയിരിക്കും ഭയങ്കര അടിപൊളിയായിട്ട് കാണുക, ചിലവരിൽ ചിരിയായിരിക്കും നല്ലോണം കാണുന്നത്, ചിലർക്ക് നോസ് നല്ലോണം എടുത്ത് നിൽക്കും. സോ അവരുടെ ഏത് ഫീച്ചറാണ് എടുത്ത് നിൽക്കുന്നത് അത് ഫസ്റ്റ് വരയ്ക്കുക. മെജോറിറ്റി ആൾക്കാർക്കും ഐസ് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്ന ആയിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. സോ ഐസ് അത്യാവശ്യം നല്ലോണം വരയ്ക്കാൻ പഠിക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം ഒരു നല്ല കാര്യമാണ്. നിങ്ങൾ കുറച്ചും കൂടി ഫാർ ബെറ്റർ ആയിരിക്കും പോർട്രേറ്റ്സ് വരയ്ക്കുമ്പോൾ. സോ ഐസ് അത്യാവശ്യം നല്ലോണം വരയ്ക്കാൻ പഠിക്കുകയാണെങ്കിൽ എപ്പോഴും അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ ഇനി അടുത്ത ടെക്നിക്കിലോട്ട് കടക്കാം. ഞാൻ പറഞ്ഞ ടെക്നിക്കിനെ പറ്റി ഞാൻ പറയാം. ഓക്കെ. നമ്മളിപ്പം നേരത്തെ പറഞ്ഞ ടെക്നിക്കിലോട്ട് കടക്കുക. ഇത് ബേസിക്കലി ഡയറക്ഷൻസ് എങ്ങനെ വരയ്ക്കാന്നുള്ളൊരു ബേസിക് മെത്തേഡാണ്. ഏതൊക്കെ ഡയറക്ഷനിലോട്ട് നോക്കുന്നു, ഡയറക്ഷൻസ് മാത്രമേ ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നുള്ളൂ. അപ്പോൾ അത് ഡയറക്ഷൻസ് തന്നെ കുറേ ഡയറക്ഷൻസ് ഉണ്ട്. ഐസ് കുറേ ആംഗിളിലോട്ട് നോക്കുമല്ലോ. സോ പല ഡയറക്ഷനിൽ വരയ്ക്കാൻ കാണും. അപ്പം നമ്മളിവിടെ കുറച്ച് ഡയറക്ഷൻസ് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നത്. അപ്പം കുറച്ച് ഡയറക്ഷൻ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ. കാരണം അപ്പോൾ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു ടോപ്പ് സൈഡിലോട്ട് വരയ്ക്കുന്ന രീതിയിൽ നമുക്ക് ഫസ്റ്റ് ഒരെണ്ണം വരയ്ക്കണം. പിന്നെ ബോട്ടം സൈഡിലോട്ട് വരയ്ക്കുന്ന രീതിയിൽ, പിന്നെ ടോപ്പ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കുന്ന രീതിയിൽ, പിന്നെ ബോട്ടം സൈഡിലോട്ട് നോക്കുന്ന രീതിയിൽ, പിന്നെ ബോട്ടം ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കുന്ന രീതിയിൽ. ഓക്കെ. ആ ഒരു 3-4 സൈഡിലോട്ട് നോക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വരച്ച് കാണിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന സെയിം മെത്തേഡ് വെച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. കാരണം അതൊരു ബേസിക് മെത്തേഡാണ്. പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. എന്നും പ്രാക്ടീസ് ചെയ്യണം. ഇത് ഞാൻ അധികം കണ്ടിട്ടില്ല ആരും അങ്ങനെ പറഞ്ഞു തരുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഒരു വലിയ റൗണ്ട് വരയ്ക്കുക. ഓക്കെ. വലിയ റൗണ്ട് മീൻസ് ഐസ് ഒരു റൗണ്ട് ഷേപ്പിലല്ല ഇരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പുറത്തോട്ട് ഒരു ഐസ് എടുത്താൽ അതെപ്പോഴും റൗണ്ട് ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുക, നമ്മൾ ലൂമിസ് മെത്തേഡിൽ പറഞ്ഞ പോലെ. സോ അത് ഞാൻ ആർച്ച് ചെയ്താണ് മാർക്ക് ചെയ്യുന്നത്. കാരണം അത് മുകളിലോട്ടാണ് നോക്കുന്നത്. സോ മുകളിലോട്ടൊരു ബൾജിനെസ് കൊടുത്ത് ഞാൻ ആർച്ച് ചെയ്ത് മാർക്ക് ചെയ്തു. പിന്നെ താഴോട്ടൊരു ലൈൻ ഞാൻ വരയ്ക്കുന്നു. അതപ്പം നമ്മൾ നേരെ സെൻറ്ററിൽ കൂടി വരയ്ക്കാതെ ഒരു ഇച്ചിരി സൈഡ് കൊടുത്ത് വരയ്ക്കുകയാണെങ്കിൽ കണ്ട ഇപ്പം ഞാൻ വരച്ചില്ല, ആ ഒരു ആർച്ചിനെസ് കൊടുത്ത് വരയ്ക്കുക. എങ്ങോട്ട് നമ്മൾ നോക്കുന്നോ ആ സൈഡിലോട്ട് ആർച്ച് കൊടുത്ത് വരയ്ക്കുക. അപ്പോൾ നമ്മുടെ ഇപ്പോഴാണ് കൃഷ്ണമണി നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത്. ഓക്കെ. ഇപ്പോൾ അതൊരു സൈഡിലോട്ടാണ് ഇരിക്കുന്നത്. സോ അവിടുന്ന് നമ്മളിനി അത് ബേസായിട്ട് വെച്ചിട്ട് സെൻറ്ററായിട്ട് വെച്ചിട്ട് നമ്മൾ ബാക്കി വരച്ചെടുക്കുക ഐസ്. നേരത്തെ പറഞ്ഞ ആ മെത്തേഡിൽ വേണമെങ്കിൽ വരച്ച് നോക്കാം. 3 ലൈൻ കണക്ട് ചെയ്തിട്ട് ടോപ്പ് ഭാഗവും വരയ്ക്കാം, ആൻഡ് ബോട്ടം വരയ്ക്കുമ്പം 2 ലൈൻ കണക്ട് ചെയ്ത് വരയ്ക്കാം. ഇല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാം. അത് പ്രാക്ടീസ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരച്ചിട്ട് ബാക്കി നമ്മൾ പൊതുവേ ചെയ്യുന്ന പോലെ ഡീറ്റെയിൽ എല്ലാം ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ബേസിക്കായിട്ട് ഷെയ്ഡും എല്ലാം ചെയ്ത് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് അടിപൊളിയായിട്ട് എടുക്കുന്നു. അത്രേ ഉള്ളൂ. വേറെ
വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇത് കുറച്ച് മെത്തേഡ് കുറച്ച് എളുപ്പമാണ്, പക്ഷേ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഡ്രോയിങ്സ് ചെയ്യുമ്പോൾ പോർട്രേറ്റ്സിൽ നല്ലോണം യൂസ് ചെയ്യാൻ പറ്റും. കാരണം അത്യാവശ്യം അടിപൊളി മെത്തേഡാണത്. പിന്നെ നമ്മൾ ബാക്കി വട്ടത്തിൻ്റെയൊക്കെ അല്ലാതിരിക്കുന്ന ഏരിയയെല്ലാം നമ്മൾ മായ്ച്ച് കളയുക, ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യുക. ഞാൻ ഭയങ്കര അടിപൊളിയായിട്ടൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ ഇറേസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു ടോപ്പിലോട്ട് നോക്കുന്നൊരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ അത് ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും കുറേയൊക്കെ കറക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. തെറ്റിയിട്ടുണ്ടെങ്കിലും കാര്യമാക്കണ്ട, അധികം മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും ഭയങ്കര കാര്യമാക്കണ്ട. നമ്മൾ പോർട്രേറ്റ്സ് പിന്നെ ഷെയ്ഡൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ബാക്കി നമുക്ക് മാക്സിമം കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ അതിൻ്റെ താഴോട്ടുള്ള ഏരിയയും ബാക്കി ഏതൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അതെല്ലാം നമ്മൾ മാർക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ ഇത്രേ ഉള്ളൂ സംഭവം. ഈ സെയിം മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് കുറേ ഡ്രോയിങ്സ് ചെയ്യാൻ പറ്റും. സോ ഈ മെത്തേഡ് വെച്ച് നമുക്ക് പല പല ആംഗിളിൽ നിന്നും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ആംഗിളിൽ വരയ്ക്കുന്നത് ഇതുപോലെ തന്നെ റൗണ്ട് വരയ്ക്കുന്നു, സെൻറ്ററിൽ കൂടി ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ സെൻറ്ററിൽ വരയ്ക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഞാൻ ആർച്ച് ചെയ്ത് താഴെ വരയ്ക്കുന്നു, കാരണം താഴോട്ടാണ് നോക്കുന്നത്. ഓക്കെ, താഴോട്ട് നമ്മൾ ആർച്ച് ചെയ്ത് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യുന്നു. ഇതപ്പോൾ ഏകദേശം ഒരു കറക്റ്റ് സെൻറ്ററായിട്ട് തന്നെ കട്ട് ചെയ്യാം, കാരണം ഏകദേശം സെൻറ്റർ താഴോട്ടല്ലേ നോക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്യൂപ്പിളൊക്കെ മാർക്ക് ചെയ്ത് നമ്മൾ ബാക്കി നേരത്തെ ചെയ്തതുപോലെ തന്നെ വരയ്ക്കുന്നു. ഒരു മെത്തേഡുണ്ട് പോർട്രേറ്റ് ഡ്രോയിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർ ഷോർട്ടനിങ് എന്ന് പറയും. അതായത് നമ്മൾ ഇപ്പം മോളിൽ നിന്ന് ഒരാളെ നോക്കുകയാണെങ്കിൽ അവരുടെ തലഭാഗമായിരിക്കും ഭയങ്കര ലാർജായിട്ട് കാണുന്നത്, അപ്പോൾ അവരുടെ ജോ നോക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ മോളിൽ നിന്ന് നോക്കുമ്പം തല വലുതും ജോ ചെറുതും, അപ്പോൾ അങ്ങനെ ചെറുതാക്കി ഒരു ട്രാൻസിഷൻ പോലെ കൊണ്ടുവരുന്നൊരു മെത്തേഡാണ് ഫോർ ഷോർട്ടനിങ് എന്ന് പറയും. സോ അതുപോലത്തെ ഒരു മെത്തേഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യണം. സോ ഞാനിപ്പം ആ ഒരു റൂഫ് ഭാഗം, അതായത് ഐൻ്റെ ടോപ്പ് ഭാഗം വരച്ചിട്ട് ബാക്കിയുള്ള എക്സസ് ഏരിയയൊക്കെ ഞാൻ ഇറേസ് ചെയ്ത് കളഞ്ഞു. ആൻഡ് നമ്മൾ ഇനിയും ബേസും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ബാക്കി പറഞ്ഞ പോലെ തന്നെ ഷെയ്ഡ് ചെയ്യുക, കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുക, നമ്മൾ പൊതുവേ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ചെയ്യുക. വലിയ സംഭവമൊന്നുമില്ല, എളുപ്പമാണ്. പ്രാക്ടീസ് ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ സെറ്റാവും. ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മതി, കുറച്ച് എളുപ്പമാണ് ചെയ്താൽ. എന്നും ഒരു 10 മിനിറ്റ്സൊക്കെ പല ആംഗിളിൽ ഉള്ള ഐസൊക്കെ വരച്ച് നോക്കാം. റെഫറൻസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് കയ്യിൽ നിന്നൊക്കെ ഇട്ട് വരച്ച് നോക്കിയാൽ മതി. പ്രാക്ടീസ് എന്നും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഡയറക്ഷനിലുള്ളതും കൂടി നോക്കാം. ഓക്കെ, അപ്പം അടുത്ത ഡയറക്ഷനിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പ് ഒരു സൈഡിലോട്ട് നോക്കുവാണ്, അതായത് റൈറ്റ് സൈഡിലോട്ട് നോക്കുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റൗണ്ട് വരയ്ക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് സൈഡല്ലേ, അപ്പോൾ അങ്ങോട്ട് സി ഷേപ്പിലൊരു ആർച്ച് വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ ടോപ്പ് സൈഡിലോട്ട് വീണ്ടും ഒരു ആർച്ച് വരച്ച് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അവിടെ പ്യൂപ്പിളൊക്കെ വരച്ച് സെറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ പൊതുവെ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പം നമ്മൾ കുറച്ചും കൂടി താഴെയായിട്ട് വരയ്ക്കണം. ഐൻ്റെ അടിയിലത്തെ ഏരിയ നമ്മൾ കുറച്ചും കൂടി ഗ്യാപ്പ് ഇട്ട് വരയ്ക്കണം. മുകളിൽ വരയ്ക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി നമ്മൾ ചേർത്ത് വരയ്ക്കുക, ഗ്യാപ്പ് ഇടാതെ. ആ ഒരു ഫോർ ഷോർട്ടനിങ് പോലത്തെ ഒരു മെത്തേഡാണ് ബേസിക്കലി. പിന്നെ നമ്മൾ പൊതുവെ ചെയ്യുന്ന പോലെ ബാക്കിയുള്ള ഏരിയ ഇറേസ് ചെയ്തിട്ട് വേണ്ട ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നു, ഷെയ്ഡ് ചെയ്യുന്നു, പരിപാടി കഴിഞ്ഞു. സോ അത്രേ ഉള്ളൂ, അതിൽ നമ്മൾ അത്രേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതിനെപ്പറ്റി അധികം ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ പിന്നെ ഇത് റിയൽ ടൈമിലാണ് ചെയ്യുന്നത്. ട്രാൻസിഷനും പോട്ടെ, സോറി, ഞാൻ സ്പീഡിലൊന്നും ചെയ്യുന്നില്ല, കാരണം റിയൽ ടൈമിൽ നിങ്ങൾ കാണട്ടെ, അതാണ് കുറച്ചും കൂടി നല്ലത്. സോ അടുത്തത് ഞാൻ മറ്റേതിലധികം ഒന്നും ചെയ്യാൻ പോയിട്ടില്ല, ജസ്റ്റ് അത്ര ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ പൊതുവേ ചെയ്യുന്ന പോലെ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം നമ്മൾ ഇത്ര നേരം ചെയ്തതുപോലെ തന്നെ ഇപ്പം ഇത് വെച്ച് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടിയെങ്കിൽ നിങ്ങൾ തന്നെ ഡയറക്ഷൻ ഇതുപോലെ ഞാൻ ആരോ ഇട്ടതുപോലെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. എങ്ങോട്ടേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡയറക്ഷൻ മാർക്ക് ചെയ്യുക പേപ്പറിൽ. എന്നിട്ട് നിങ്ങൾ ചുമ്മാ അങ്ങ് ചെയ്ത് നോക്ക്, ചുമ്മാ ഐസ് വരച്ച് നോക്ക്. തെറ്റിയാൽ തെറ്റട്ടെ, ശരിയാവുമല്ലോ.
ചെയ്ത് നോക്കിയാൽ കുറേ റെഡിയാവും. എന്തും പ്രാക്ടീസ് ചെയ്ത് നോക്ക്, കുറേയൊക്കെ റെഡിയാവും. സോ നമ്മൾ പൊതുവേ ഇതുപോലെ തന്നെ അത് സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എല്ലാ സംഭവം ആഡ് ചെയ്തു. എന്നിട്ട് അല്ലാത്ത എല്ലാ ഏരിയയും നമ്മൾ എറേസ് ഔട്ട് ചെയ്തിട്ട് ബാക്കി റൂഫും സാധനം എല്ലാം ഷെയ്ഡ് ചെയ്ത് പിന്നെ റെഡിയാക്കി എടുക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത ആംഗിളിൽ നിന്നുള്ളത് വരയ്ക്കുന്നു. സെയിം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മൊത്തം ഇവിടെ ചെയ്ത സെയിം കാര്യം. സോ ഇങ്ങനൊരു മെത്തേഡുണ്ട്. ഇത് ഞാൻ അധികം കണ്ടിട്ടില്ല എവിടെയും, ആരും അങ്ങനെ പറഞ്ഞു തരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വളരെ വിരളമായിട്ട് എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ളൂ ഉണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു മെത്തേഡുണ്ട്. ഇത് അത്യാവശ്യം എനിക്ക് കുറേയൊക്കെ യൂസ്ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ചില ഡ്രോയിങ്സൊക്കെ വരയ്ക്കുന്നു, ചില ആംഗിളിലോട്ടൊക്കെ വരയ്ക്കാൻ നോക്കുമ്പോൾ ഇച്ചിരി ലാർജ് സൈസ് വരയ്ക്കുമ്പോഴാണ് കുറേ കൂടി എളുപ്പം. സ്മോൾ സൈസ് വരയ്ക്കുമ്പോൾ കുറച്ച് പാടാണ്. ഇത്രയും ഡയറക്ഷൻസേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ഇനി ഫർദർ കുറേ ഡയറക്ഷൻസ് നമുക്ക് ചുമ്മാ ഒക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ പൊതുവേ ഇപ്പം ചെയ്തത് എന്താണെന്ന് ചുമ്മാ ഒരു ഔട്ടാണ്. ഇപ്പം ചുമ്മാ റൗണ്ട് ചെയ്ത് കാണിക്കുന്നത്. റൗണ്ട് വരയ്ക്കുന്നു, എന്നിട്ട് നമ്മളതിൽ ബാക്കി ആർച്ച് ചെയ്തെല്ലാം ചെയ്യുന്നു. സൈഡെല്ലാം കൂടി ആർച്ച് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നമ്മൾ ഇതുപോലെ വേറൊരു റൗണ്ട് വരയ്ക്കുന്നു, അതിൻ്റെ അകത്ത് പ്യൂപ്പിൾ, പിന്നെ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്നു. ഇങ്ങനെയാണ് ബേസിക് ഒരു സ്ട്രക്ചർ. പിന്നെ വേണമെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷന് ആൾക്കാരൊക്കെ കാണിക്കാൻ വേണ്ടി വേണം കുറച്ച് ലൈനൊക്കെ ഇട്ട് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വേണം കാണിച്ച് നോക്കാം. സാധനം സിമ്പിളാണ്, പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണിച്ചൊക്കെ നോക്കാമല്ലോ, കാരണം രസമല്ലേ ഇന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊരു മെത്തേഡുണ്ട്. അത് മെത്തേഡല്ല, അതൊരു റേഷ്യോ ആണ്. നമ്മൾ ഈ സ്കെച്ച് ആർട്ടിസ്റ്റൊക്കെ ഉപയോഗിക്കുന്നൊരു റേഷ്യോ ആണ്. എല്ലാവരുടെയും ഫേസ് വെച്ച് ഇപ്പം ഞാൻ 2 ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, ആ 2 ലൈൻ ഐസാണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ 2 ലൈന് ഐസാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് നേരത്തെ നമ്മൾ വരച്ചില്ലേ ആ ഷേപ്പിൽ 3 ലൈൻസും 2 ലൈൻസും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളൊരു ഐസിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി. ഓക്കെ, ഐസിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി. എന്നിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് രസത്തിന് വേണ്ടി അതൊക്കെ വരച്ച് ജസ്റ്റ് ഒന്ന് ഷെയ്ഡൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ, റൂളല്ല, ഈ വാല്യൂ നമ്മൾ ഒരു റേഷ്യോ പറയുന്നത്. അപ്പം അതായത് ഒരൈ ലൈക്ക് എന്താ പറയുക, ഒരു 2 സെൻറ്റിമീറ്ററാണെന്ന് വെച്ചു എക്സാമ്പിൾ. അടുത്ത ഐയും 2 സെൻറ്റിമീറ്ററാണ്. അങ്ങനെ വന്നാൽ നമ്മുടെ നോസിൻ്റെ ഡിസ്റ്റൻസ് ഇല്ലേ, ഈ ഐസും മറ്റേ ഐസും തമ്മിലുള്ള നോസിൻ്റെ ഡിസ്റ്റൻസും 2 സെൻറ്റിമീറ്റർ ആയിരിക്കണം. നമ്മൾ സെയിം ലെങ്ത്തിൽ എടുക്കാവുള്ളൂ 3 പോയിൻറ്റ്സും. സോ അതൊരു റേഷ്യോ ആണ്, അത്രേ ഉള്ളൂ. സോ ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ലൂമിസ് മെത്തേഡിൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, സോ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പം ശരി, ടാറ്റ.